ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഏറ്റവും കൂടുതലായി സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് സിനിമാ തിയേറ്ററുകളിലൂടെ ഓടിക്കൊണ്ടിരുന്ന ഒരു സിനിമയെക്കുറിച്ചാണ്. ഒത്തിരി തിയേറ്ററുകളിൽ ഒത്തിരി പേര് കണ്ടു, അതുകൊണ്ട് എല്ലാവർക്കും അതിൻ്റെ പേരറിയാം. ആ സിനിമയ്ക്ക് ഒത്തിരി ഹൈപ്പ് കിട്ടിയതാണ്. അതുകൊണ്ടല്ല ഞാൻ ആ പേര് പറയാതിരിക്കുന്നത്. ഞാനും 27-ാം തീയതി തന്നെ ആലപ്പുഴയിലുള്ള പങ്കജ തിയേറ്ററിൽ പോയി ഈ സിനിമ ഞാൻ കണ്ടു. ഞാൻ പോയത് ഈ സന്യാസ പൗരോഹിത്യ വസ്ത്രം അണിഞ്ഞുകൊണ്ട് തന്നെയാണ്. ആരും ഒരു കമന്റ് പറഞ്ഞില്ല, ആരും ഒരു എതിർപ്പ് പറഞ്ഞില്ല. സന്തോഷമുണ്ട്. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയ്ക്ക് ഞാൻ കണ്ട ആ സിനിമയെക്കുറിച്ചാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ആശയത്തെക്കുറിച്ചാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അത് ഏതാണ് പ്രധാനപ്പെട്ട ആശയം? അതിൻ്റെ പേരിനെ കുറിച്ച് തന്നെ. ആ പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ആ പേര് ഒരു ക്രൈസ്തവ വിശ്വാസിയെ സംബന്ധിച്ച് 2-ാം പ്രമാണത്തിന്റെ ലംഘനമാണ്. തമ്പുരാൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തിന്റെ പരിശുദ്ധ നാമമാണ്. ആ തമ്പുരാൻ എന്ന നാമത്തെ ഇന്ന് അവഹേളിച്ചിരിക്കുകയാണ്. ആ സിനിമയ്ക്ക് മാറ്റങ്ങൾ വരുത്തണമെന്ന് ആഗ്രഹിക്കുന്നു. സിനിമാ നടന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളിൽ ഉണ്ടാകുന്നു, രാഷ്ട്രീയമായ ചർച്ചകൾ നടക്കുന്നു. ഒക്കെ നടക്കട്ടെ. അതിൻ്റെ അഭിനയത്തെക്കുറിച്ചും അതിൻ്റെ സാങ്കേതികത്വത്തെക്കുറിച്ചൊക്കെ പലരും പറഞ്ഞുകൊള്ളട്ടെ. പക്ഷെ എനിക്ക് പറയാനുള്ളത് അതല്ല. ഒരു കത്തോലിക്ക പുരോഹിതൻ എന്ന നിലയ്ക്ക്, ആ തിയേറ്ററിൽ പോയി ആ സിനിമ കണ്ട വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഒന്നാമതായിട്ട് പറയുക, തമ്പുരാൻ എന്ന സത്യ ദൈവത്തിൻ്റെ നാമത്തെ ഇവിടെ ഇല്ലാതാക്കി. അത് പൈശാചികമായ സ്വാധീനം കൊണ്ടാണെന്ന് പറയാനായിട്ട് സാധിക്കും. ഞാനത് ചോദിക്കട്ടെ, തമ്പുരാൻ എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് നമ്മുടെ മലയാളം വ്യാകരണ ഗ്രന്ഥത്തിലേക്ക് നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും. പക്ഷേ ഈ സിനിമയുടെ പേര് അത് നമ്മുടെ മലയാള ഭാഷയ്ക്കില്ല. മലയാള ഭാഷയിലില്ലാത്ത ഒരു പേരാണ് ഈ സിനിമയ്ക്ക് നൽകിയിട്ടുള്ളത്. അതിന് തമ്പുരാൻ എന്ന പരിശുദ്ധ നാമത്തെ ഒരു ക്രൈസ്തവനെ സംബന്ധിച്ച് ഈശോ തമ്പുരാനാണ്, പിതാവ് തമ്പുരാനാണ്, പുത്രൻ തമ്പുരാനാണ്, പരിശുദ്ധ തൃത്വം തമ്പുരാനാണ്. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ യാചിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥനയിൽ പരിശുദ്ധ അമ്മയെ, തമ്പുരാന്റെ അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയൊരു അപകടം, ആ തമ്പുരാൻ എന്ന ബോധം ഇന്ന് കുഞ്ഞുകുട്ടികളിൽ നിന്നും വൃദ്ധരിൽ നിന്നും എല്ലാവരിൽ നിന്നും എടുത്തു മാറ്റുകയാണ്. ഇതാ പുതിയൊരു വാക്ക്. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? ആ സിനിമയുടെ പേരിന്റെ വാക്കിന്റെ അർത്ഥം എന്താണെന്ന് മലയാള വ്യാകരണ പുസ്തകത്തിൽ കാണുകയില്ല. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്യുക, അവിടെ കാണാം. അത് ഈ പൃഥ്വിരാജ് ഇറക്കിയിട്ടുള്ള ഈ സിനിമയുടെ പശ്ചാത്തലത്തിലുള്ള പുതിയൊരു അർത്ഥമാണ്. അപ്പോൾ ഭാഷയിലില്ലാത്ത ഒരു പേരുണ്ടാക്കി ഒരു പുതിയ അർത്ഥവും കൊടുത്തുകൊണ്ട് നൂറ്റാണ്ടുകളോളം മലയാളികളുടെ മനസ്സിലുണ്ടായിരുന്ന സർവശക്തനായ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ ഈശ്വരനെ കുറിച്ച് അവനും യോഗിച്ചിരുന്ന തമ്പുരാനെ എന്ന പദം അവഹേളനപ്പെട്ടു, നശിപ്പിക്കപ്പെട്ടു. എന്നിട്ട് സിനിമയുടെ പേരിന്റെ അർത്ഥം പറഞ്ഞിരിക്കുന്നത് എന്താണ്? രാജാവിനേക്കാൾ ഉന്നതനായ വ്യക്തി, പക്ഷെ ദൈവത്തെക്കാൾ താഴെ നിൽക്കുന്ന വ്യക്തി, പ്രതാപങ്ങളുള്ള ശക്തിയുള്ള വ്യക്തി. ഞാൻ ഈ പറഞ്ഞത് ഗൂഗിളിൽ കിടപ്പുണ്ട്. അപ്പോൾ ആരായിരിക്കും ഈ വ്യക്തി? അത് ലൂസിഫർ തന്നെയല്ലേ? പിശാചി തന്നെയല്ലേ? അല്ല, രാജാവിനേക്കാൾ ശക്തിയുള്ള, ദൈവത്തോളം ശക്തിയില്ലാത്ത വ്യക്തി മാലാഖ ആയിക്കൂടെ? പക്ഷേ മാലാഖയാണെങ്കിൽ ആ മാലാഖ ഒരിക്കലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയില്ല, മയക്കുമരുന്ന് വിൽക്കാൻ പോവുകയില്ല, അക്രമങ്ങൾ അഴിച്ചുവിടുകയില്ല, ഗർഭിണിയെ ബലാത്സംഗം ചെയ്യാൻ പോവുകയില്ല. അപ്പോൾ അത് മാലാഖയല്ല, പിന്നെ ആരാണ്? പിശാചാണ്. എന്തുകൊണ്ട് ഈ സിനിമയ്ക്ക് ലൂസിഫർ 2 എന്ന പേര് കൊടുത്തുകൂടായിരുന്നു? എന്തിന് മലയാള പുസ്തകത്തിൽ ഇല്ലാത്ത ഒരു പുതിയ പേര് കൊടുത്തു? അതിന്റെ അർത്ഥം എന്താ? വളരെ വ്യക്തമായിട്ട് ക്രൈസ്തവ വിശ്വാസികളെ പ്രത്യേകമായി തമ്പുരാനെ എന്ന് പറയുമ്പോൾ ഈശോ തമ്പുരാനെയാണ്, സത്യദൈവമായ ഈശോ തമ്പുരാനെയാണ്, പിതാവായ തമ്പുരാനെയാണ്, പരിശുദ്ധാത്മാവായ തമ്പുരാനെയാണ്, പരിശുദ്ധ തൃത്വമാകുന്ന തമ്പുരാനെയാണ്. ആ മഹോന്നതമായ തമ്പുരാൻ എന്ന പേരിനെ ഇവിടെ അക്ഷരാർത്ഥത്തില് നശിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ഈ പറയുന്നത് മനസ്സിലാക്കാൻ പറ്റാത്തവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്, തമ്പുരാൻ എന്ന ദൈവത്തിന്റെ നാമത്തിന് പകരം ആ ത മാറ്റി അവിടെ എ വെച്ചു. അതല്ലേ ഈ സിനിമ? അവിടെ എ വെച്ചപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്ന് കാണാം. ഈ സിനിമയെക്കുറിച്ച് വിലയിരുത്തിക്കൊണ്ട് മനസ്സിൽ 4 ചിന്തകൾ കിടപ്പുണ്ട്. ഞാൻ അതിൽ ഒന്നാമത്തതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുക. ത എന്ന പദം വാക്ക് തമ്പുരാനിൽ നിന്ന് മാറ്റി
എം എന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ എ എന്ന് കൂട്ടിയെങ്കിൽ, വ്യാകരണ ഗ്രന്ഥത്തിലില്ലാത്ത ഒരു പുതിയ മലയാള വാക്ക് ഉണ്ടാക്കി അതിനൊരു അർത്ഥം കൊടുത്തെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, എക്ക് പകരം ഓം വെച്ച് നോക്കിക്കേ, ഞാനത് ഉച്ചരിക്കില്ല. ഓം വെച്ച് പുതിയ പേര് കൊടുത്തു നോക്കുക, അപ്പൊ അറിയാം അതിന്റെ വ്യത്യാസം, അപ്പോൾ മനസ്സിലാകും. അല്ല, ലാ വെക്കുക, എക്ക് പകരം ലാ വയ്ക്കുക, അപ്പോൾ അറിയാം ഞാൻ ഈ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നുള്ളത്. അപ്പോൾ ക്രൈസ്തവർ പ്രത്യേകമായി ദൈവത്തെ തമ്പുരാൻ എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ, ആ തമ്പുരാൻ എന്ന മഹനീയമായ നാമത്തെ ഇന്ന് പ്രയോഗിച്ച് ഈ സിനിമയെ വിലയിരുത്തിക്കൊണ്ട്, ആ സിനിമയുടെ പേര് പറഞ്ഞുകൊണ്ട് അവഹേളിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഹോദരങ്ങളെ, ശക്തമായിട്ട് പ്രാർത്ഥിക്കണം, തമ്പുരാനെ നീ പ്രവർത്തിക്കണം. ഒരു വാചകം കൂടി ചേർത്തുകൊണ്ട് ഈ ഒന്നാമത്തെ പ്രഭാഷണം ഞാൻ നിർത്തുകയാണ്. തമ്പുരാനെ എന്ന് വിളിച്ചു പറയുന്നില്ല എങ്കിൽ, ആ നാമത്തെ ദുഷിക്കുമ്പോൾ അവിടെ അക്രമങ്ങൾ ഉണ്ടാകും, കൊലപാതകങ്ങൾ ഉണ്ടാകും, തീയപ്പുകൾ ഉണ്ടാകും, മയക്കുമരുന്ന് വിൽപ്പനകൾ ഉണ്ടാകും. അങ്ങനെ എല്ലാ പ്രകാരത്തിലും സമൂഹത്തെ നശിപ്പിക്കുന്ന എല്ലാ പ്രവണതകളും ഉണ്ടാകും. നമ്മളിൽ അത് ഉപയോഗിക്കുന്ന വ്യക്തി ആരുമായിക്കൊള്ളട്ടെ, അവനിൽ പൈശാചികമായ സ്വാധീനമുണ്ടാകും, അവൻ പിശാചിന്റെ ബന്ധനത്തിലാകും. അതുകൊണ്ട് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക, തമ്പുരാനെ പൊറുക്കണേ, തമ്പുരാനെ കൃപയുണ്ടാകണമേ, കരുണ കാണിക്കണമേ, ഈ ജനതയുടെ മേൽ കരുണ കാണിക്കണമേ എന്ന് ശക്തമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തമ്പുരാനെ വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് ആ വാക്കിനെ നിഷ്പ്രഭമാക്കി തെറ്റായ പുതിയൊരു പദമുണ്ടാക്കിക്കൊണ്ട് പൈശാചിക സ്വാധീനമുണ്ടാക്കിയെങ്കിൽ, ഈശോ മിശിഹായുടെ തമ്പുരാന്റെ തിരുരക്തത്താൽ എല്ലാം കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കാം. പരമപരിശുദ്ധ തൃത്വ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.